Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, ഓറ ഓരോ വീടും. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. പയ്യന്നൂർ എടാട്ട് പടക്ക് നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. പയ്യന്നൂർ എടാട്ട് പടക്ക് നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരം. പരിക്കേറ്റ മമ്പലം സ്വദേശിനിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്നത് വൈകിട്ട് 4:30 പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ. പരിസര ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ആശുപത്രി പരിസരം മാലിന്യത്തൊട്ടിയാകുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. പെരുമ്പപ്പാലത്തിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ തകർച്ചയുടെ വക്കിൽ. ബലഹീനമായ കൈവരികളിൽ സ്ഥാപിച്ച വഴിവിളക്കുകളിൽ ഒന്ന് പുഴയിൽ പതിച്ചു കഴിഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള പെരുമ്പപ്പാലത്തിന്റെ ദുരവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ നേരിടേണ്ടത് വലിയ അപകടമെന്ന് വാഹനയാത്രികരും പ്രദേശവാസികളും. ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ യുവത്വത്തിന്റെ പ്രതീകമായ പി ദിവ്യ നേരത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി PV വത്സലയും സ്ഥാനമേൽക്കും. അപൂർവ താളിയോല ഗ്രന്ഥങ്ങളുടെ സൂക്ഷിപ്പുകാരനായി കരിവെള്ളൂർ ഓണക്കുന്നിലെ കരിമ്പിൽ ശ്രീധരൻ. പരമ്പരാഗതമായി കിട്ടിയ താളിയോലകൾ കരിമ്പിൽ ശ്രീധരൻ സൂക്ഷിക്കുന്നത് നിധി പോലെ. പുതുവത്സരാരംഭത്തിൽ തങ്ങളുടെ കുട്ടികൾക്ക് ആശംസാ കാർഡുകൾ അയച്ച് സന്തോഷം പങ്കുവെച്ച് കരിവെള്ളൂർ നോർത്ത് UP സ്കൂൾ അധ്യാപകർ. വാർത്തകൾ വിശദമായി. എടാട്ട് ഫയർ വർക്സിൽ തീപിടുത്തം. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റ പയ്യന്നൂർ മമ്പലം സ്വദേശിനി ചന്ദ്രമതിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് എടാട്ട് ഫയർ വർക്സിൽ തീപിടുത്തമുണ്ടായത്. വെടിമരുന്നുകൾ മിക്സിംഗ് നടത്തുന്ന ഷെഡിലാണ് തീപിടുത്തമുണ്ടായത്. അപകടത്തിൽ പയ്യന്നൂർ മമ്പലം സ്വദേശി ചന്ദ്രമതിക്ക് ഗുരുതര പരിക്ക് പറ്റി. ഇവരെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. തീപിടുത്തത്തെ തുടർന്നുള്ള സ്ഫോടനത്തിൽ വെടിമരുന്ന് മിക്സിംഗ് ഷെഡ് പൂർണ്ണമായും തകർന്നു. അപകട സമയത്ത് കൂടുതൽ ജോലിക്കാരില്ലാത്തതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ ഓഫീസർ PV പവിത്രന്റെ നേതൃത്വത്തിലുള്ള ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു. പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ന്യൂസ് ബ്യൂറോ, പിലാത്ര. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പരിസര ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ആശുപത്രി പരിസരം മാലിന്യത്തൊട്ടിയാകുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്താണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആശുപത്രി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. ആശുപത്രിയുടെ പിറകുവശത്തെ റോഡരികിൽ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് കുടിവെള്ള കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് കവറുകളും കൂട്ടിയിട്ടിട്ടുള്ളത്. ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളോളമായി. മാലിന്യ സംസ്കരണത്തിന് നൂതന സംവിധാനങ്ങളൊന്നും തന്നെ ആശുപത്രി പരിസരത്ത് നടപ്പാക്കാത്തതാണ് ഇവിടെ മാലിന്യം കുന്നുകൂടുന്നതിന് കാരണമാകുന്നത്. മാലിന്യത്തിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കത്തിക്കാറാണ് പതിവ്. ഇതോടെ ദുർഗന്ധം അസഹ്യമാകും.
ഇതൊന്നും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മാലിന്യങ്ങൾ നീക്കം ചെയ്യണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പെരുമ്പാപ്പാലത്തിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ തകർച്ചയുടെ വക്കിൽ. ബലഹീനമായ കൈവരികളിൽ സ്ഥാപിച്ച വഴിവിളക്കുകളിൽ ഒന്ന് ഇതിനകം പുഴയിൽ പതിച്ചു കഴിഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള പെരുമ്പാപ്പാലത്തിന്റെ ദുരവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള വിളക്കുതൂണുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പെരുമ്പപ്പാലം വഴി തെക്കോട്ടും വടക്കോട്ടും കടന്നുപോകുന്ന വാഹനയാത്രക്കാരുടെ ദുരിതയാത്രയ്ക്ക് അവസാനമില്ല. പെരുമ്പപ്പാലത്തിൽ അടുത്ത കാലത്തായി സ്ഥാപിച്ച വഴിവിളക്കുകളിൽ ചിലത് തകർച്ച നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ വാർത്ത. പാലത്തിനിരുവശങ്ങളിലും കൈവരികളിൽ സ്ഥാപിച്ച വഴിവിളക്കുകളിലൊന്ന് ഇതിനകം പെരുമ്പപ്പുഴയുടെ ആഴങ്ങളിൽ എത്തിക്കഴിഞ്ഞു. തകർന്ന മറ്റൊന്ന് ഉത്തരവാദപ്പെട്ടവർ കയറുകെട്ടി ഭദ്രമാക്കി വച്ചിട്ടുമുണ്ട്. താരതമ്യേന വീതി കുറഞ്ഞ പാലത്തിലൂടെ ഗതാഗതക്കുരുക്ക് സമയത്ത് വാഹനങ്ങൾ കടന്നുപോകുമ്പോഴും മറ്റും വഴിവിളക്കിന് പ്രഹരമേൽപ്പിക്കുന്നതിനാൽ ബാക്കിയുള്ള വെളിച്ചത്തൂണുകൾക്കും വൈകാതെ നാശം നേരിടേണ്ടി വരുമെന്നും തന്നെ കരുതേണ്ടിയിരിക്കുന്നു. വലിയ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പാലത്തിന് അനക്കം സംഭവിക്കുന്നതിനാൽ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള കൈവരികളിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ ഇളകി പുഴയിൽ പതിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഏതായാലും പെരുമ്പപ്പാലത്തിൽ വെളിച്ചം വിതറുന്ന ബാക്കിയുള്ള വിളക്കുതൂണുകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ യുവത്വത്തിന്റെ പ്രതീകമായ പി ദിവ്യ നേരത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യമാണ് പി ദിവ്യ. കൃഷ്ണമേനോൻ വനിതാ കോളേജിൽ SFIയുടെ പ്രവർത്തനത്തിലൂടെയാണ് രാഷ്ട്രീയ രംഗത്തേക്കുള്ള പ്രവേശനം. രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം കോളേജ് പഠനകാലത്ത് കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. ഫുട്ബോളിൽ കേരള ടീമിനു വേണ്ടി ജേഴ്സി അണിയുകയും ചെയ്തു. ജില്ലയെ പ്രതിനിധീകരിച്ചുള്ള ക്രിക്കറ്റ് ടീമിൽ അംഗമായി. രാഷ്ട്രീയ രംഗത്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി 2 തവണ തെരഞ്ഞെടുത്തു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, CPIM ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ച പി ദിവ്യ വിദ്യാഭ്യാസ രംഗത്തും കാർഷിക രംഗത്തുമെല്ലാം നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. പൊതുപ്രവർത്തന രംഗത്ത് കഴിഞ്ഞ ഒരു 15 വർഷക്കാലത്തിലധികമായി മുഴുവൻ സമയത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഇരിണാവ് സ്വദേശിയാണ്. ഭർത്താവ് അജിത്ത് പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരനാണ്. ഏകമകൾ തേജസ്വിനി ചെറുകുന്ന് ഗേൾസ് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇവരുടെ പ്രോത്സാഹനം പൊതുപ്രവർത്തന രംഗത്ത് കരുത്തു പകരുന്നതാണെന്ന് പി ദിവ്യ പറയുന്നു. കുറച്ചു കാലം നമ്മൾ ഫുട്ബോൾ മേഖലയിൽ ഇപ്പം നമ്മുടെ പരിശീലനങ്ങളും കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ചെറിയൊരു കാലം അന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. കേരള ടീമിന്റെ ഭാഗമായി ജേഴ്സി അണിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബോൾ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ് ടീമിൽ അംഗമായി എനിക്ക് കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി ടീമിൽ അംഗമായി ക്രിക്കറ്റിന്റെ ടീം ക്യാപ്റ്റനായി എനിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് നാള് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പൂർണ്ണമായിട്ടും കൃഷ്ണമേനോൻ കോളേജിൽ അവിടെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. അവസാന വർഷം പഠിക്കുന്ന സമയത്താണ് യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് DYFIയിൽ പ്രവർത്തിച്ചു. DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം വരെ ആയിട്ടുണ്ട്. പാർട്ടിയുടെ CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കുന്നുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അത് സംഘടനാ രംഗത്ത് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് തീർച്ചയായിട്ടും ഇന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഊർജ്ജമായി അതൊക്കെ മാറിയിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് ചെറുകുന്ന് ഡിവിഷനിൽ നിന്നുമാണ് പി ദിവ്യ വിജയിച്ചത്. 23-അംഗ ഭരണസമിതിയിൽ യുവത്വത്തിന്റെ പ്രതീകമായ പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് ഭരണത്തിന് നേതൃത്വം നൽകും. നികേഷ് താവം, പഴയങ്ങാടി. PV വത്സല പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകും. LDF സ്ഥാനാർത്ഥിയായി കാങ്കോൾ ഡിവിഷനിൽ നിന്നും വിജയിച്ച വത്സല നിലവിൽ CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയുമാണ്.
കാങ്കോൾ ഡിവിഷനിൽ നിന്നും വിജയിച്ച വത്സല നിലവിൽ CPIM പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറിയുമാണ്. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം, IRPC സോണൽ കമ്മിറ്റി അംഗം, കാങ്കോൾ ഡിവിഷൻ വനിതാ സർവീസ് സഹകരണ സൊസൈറ്റി ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. കരിവള്ളൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച MV അപ്പുകുട്ടൻ വൈസ് പ്രസിഡന്റാകും. KSRTC ജീവനക്കാരനും KSRTEU സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പ്രസിഡന്റുമായിരുന്നു. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് മുൻ അംഗമാണ്. CPIM കരിവള്ളൂർ നോർത്ത് ലോക്കൽ സെക്രട്ടറി, CITU ഏരിയ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെറുതാഴം പഞ്ചായത്തിലെ 11ാം വാർഡിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച M. ശ്രീധരൻ ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റാകും. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനോടൊപ്പം മറ്റ് വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കുമെന്ന് M. ശ്രീധരൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. ചെറുതാഴം പഞ്ചായത്തിലെ പടന്നപ്പുറം സ്വദേശിയാണ് M. ശ്രീധരൻ. 2005 മുതൽ 2010 വരെ ചെറുതാഴം പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റായി സ്ഥാനം വഹിച്ചിരുന്നു. ബാലസംഘത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തുടക്കം കുറിച്ചു. DYFI ജില്ലാ വൈസ് പ്രസിഡന്റ്, ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ CPM മാടായി ഏരിയ കമ്മിറ്റി അംഗം, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ട്രഷറർ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് മാനേജറായി വിരമിച്ചു. ചെറുതാഴത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യം കൂടിയാണ് M. ശ്രീധരൻ. കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതോടൊപ്പം മറ്റ് വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കുമെന്ന് M. ശ്രീധരൻ നെറ്റ്വർക്ക് വാർത്തയോട് പറഞ്ഞു. കാർഷിക പ്രധാനമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ചെറുതാഴം. കഴിഞ്ഞ 5 വർഷക്കാലം വലിയ വികസന മുന്നേറ്റമാണ് ഈ രംഗങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ആ വികസന നേട്ടം തുടരുന്നതോടൊപ്പം ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാർഷിക മേഖലയിൽ വലിയ കുതിപ്പുണ്ടാക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ നമ്മുടെ ഗ്രാമീണ മേഖലയെ നല്ല രീതിയിൽ ഈ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ട് ശുചിത്വപൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രാമം ഉണ്ടാക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഉദ്ദേശിക്കുന്നത്. ഭാര്യ ഭാരതി, നവനീത, ശ്രുതി എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനെ PP ഷാജിർ നയിക്കും. കല്യാശ്ശേരി ഡിവിഷനിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായാണ് ഷാജിർ വിജയിച്ചത്. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം, DYFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം തുടങ്ങി നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച പരിചയമുണ്ട് ഷാജിറിന്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കാൻ പരിശ്രമിക്കുമെന്ന് PP ഷാജിർ പറഞ്ഞു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിലാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതനുസരിച്ച് നാളെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കും. തീർച്ചയായും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന നിലയിൽ ഈ നാട്ടിലെ ജനങ്ങളോട് വലിയ ഉത്തരവാദിത്തമാണ് നിറവേറ്റാനുള്ളത്. ഭാര്യ റുബീന ഇരണാവ് ബാങ്ക് ജീവനക്കാരിയാണ്. ഏകമകൾ റിസ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. PV മുഹമ്മദ് അസ്ലം ഇത്തവണ പടന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റാകും. പടന്ന പഞ്ചായത്തിലെ 4ാം വാർഡിൽ നിന്ന് ജനവിധി തേടിയാണ് മുഹമ്മദ് അസ്ലം പടന്ന പഞ്ചായത്തിന്റെ സാരഥിയാകുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ സൗഹൃദങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും ഒരു തൂക്കം മുന്നിലാണ് അസ്ലം. പ്രഭാഷകൻ, ജീവകാരുണ്യ പ്രവർത്തകൻ, മാധ്യമപ്രവർത്തകൻ എന്നിങ്ങനെ അലങ്കരിക്കാത്ത മേഖലകളൊന്നും തന്നെ അസ്ലമിനില്ല. പഠനക്കാരുടെ കൂട്ടായ്മയായി കുടകിൽ നിർമ്മിക്കുന്ന പഠന വില്ലേജ് ഭവന പദ്ധതിയുടെ ഫണ്ട് ശേഖരണത്തിന് നാട്ടുകാരോടൊപ്പം നേതൃനിരയിൽ പ്രവർത്തിച്ച അസ്ലം പഠന ജമായത്ത് കമ്മിറ്റി മെമ്പർ, പഠനയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മുഹീദ്ദീൻ മസ്ജിദ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നുണ്ട്. MSF ഹൈസ്കൂൾ യൂണിറ്റ് ജനറൽ സെക്രട്ടറിയായി രാഷ്ട്രീയ പ്രവേശനം ചെയ്ത അസ്ലം യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി, മണ്ഡലം ജനറൽ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന പ്രവർത്തക സമിതി അംഗം, മണ്ഡലം മുസ്ലിം ലീഗ് ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന മുസ്ലിം ലീഗ് കൗൺസിൽ അംഗവുമാണ്. 2010 ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡ് മെമ്പർ, 2015 5ാം വാർഡിൽ നിന്ന് വിജയിച്ച് PC ഫൗസിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിൽ കഴിഞ്ഞ ഭരണസമിതി നടത്തിയ പ്രവർത്തനം ജില്ലയിൽ തന്നെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലേക്ക് ഈ വിനീതനെ പ്രഖ്യാപിച്ചതിൽ ആദ്യമായി മുസ്ലിം ലീഗ് പാർട്ടിയോട് നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. എന്നിൽ അർപ്പിതമായിട്ടുള്ള ഈ വലിയ ഉത്തരവാദിത്വം കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി പടന്നയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമൈശ്വര്യത്തിനു വേണ്ടി നീതിപൂർവം പ്രവർത്തിക്കുമെന്ന് ഞാൻ ഇത്തരണത്തിൽ ഉറപ്പു നൽകുകയാണ്. P. അബ്ദുൾ റസാഖ് ഹാജിയുടെയും സഫിയത്ത് ഹജ്ജുമയുടെയും ഇളയ മകനാണ് അസ്ലം. പടന്ന പഞ്ചായത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിനാവശ്യമായ പദ്ധതികളും
അത് നടപ്പാക്കാനുള്ള ആർജവും അസ്ലം എന്ന പഞ്ചായത്ത് പ്രസിഡന്റിൽ പ്രകടമാണ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പി ഗോവിന്ദൻ ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാകും. ജില്ലയുടെ നെല്ലറയായ ഏഴോത്ത് കർഷക കുടുംബത്തിൽ ജനിച്ച ഗോവിന്ദൻ ഏഴോം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡിൽ നിന്നാണ് വിജയിച്ചത്. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ മുഴുവൻ സീറ്റും നേടിക്കൊണ്ടാണ് ഇടതുപക്ഷം അധികാരത്തിലെത്തിയത്. 9ാം വാർഡിൽ നിന്നും മികച്ച വിജയം നേടിയ പി ഗോവിന്ദനെയാണ് പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. ഏഴോം പ്രദേശത്തെ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമാണ് പി ഗോവിന്ദൻ. CPM കുറുവാട് ബ്രാഞ്ച് സെക്രട്ടറി, ഏഴോം ലോക്കൽ കമ്മിറ്റി അംഗം, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം, സംസ്ഥാന കമ്മിറ്റി അംഗം, കണ്ണൂർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി ഭാരവാഹി, നെരിവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല, ചെങ്ങൽത്തടം സാംസ്കാരിക വേദി, ഫേസ് ഏഴോം എന്നീ സംഘടനകളുടെ മുഖ്യ സംഘാടകനാണ് ഇദ്ദേഹം. TPയും കാക്കാമണിയും ഉൾപ്പെടെ പ്രമുഖർ ഭരണം നടത്തിയ ഏഴോം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി നിയോഗിച്ചപ്പോൾ ഉത്തരവാദിത്തത്തോടെ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് പി ഗോവിന്ദൻ പറഞ്ഞു. ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചുമതലയേക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ച പ്രകാരം നാളെ ചുമതലയേൽക്കുകയാണ്. നമുക്കറിയാം, ഏഴോം ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് TP, കാക്കാമണി ഉൾപ്പെടെയുള്ള മഹാരഥന്മാർ നയിച്ച ഒരു ഗ്രാമപഞ്ചായത്താണ്. ഇതുപോലുള്ള വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്ത ഘട്ടത്തിൽ പോലും ഈ ഗ്രാമത്തിന്റെ വികസനത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട നിരവധി TP, കാക്കാമണി ഉൾപ്പെടെയുള്ള നിരവധി മഹാരഥന്മാർ ഇതിനൊക്കെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഈ ഏഴോം ഗ്രാമപഞ്ചായത്ത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏഴോം ഗ്രാമപഞ്ചായത്തിന് 9ാം വാർഡിൽ നിന്നാണ് എന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്. വലിയ വിശ്വാസം ജനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം നിറവേറ്റാൻ ഇനിയുള്ള നാളുകൾ കഴിയും എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഏഴോത്തെ പ്രമുഖ കർഷകൻ ഗോവിന്ദൻ നമ്പ്യാരുടെയും മീനാക്ഷി അമ്മയുടെയും മകനാണ് പി ഗോവിന്ദൻ. ഭാര്യ ശ്രീലത പ്രൈമറി സ്കൂൾ അധ്യാപികയാണ്. ശ്രീരാഗ്, ഗോകുൽ എന്നിവരാണ് മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. KF അലക്സാണ്ടർ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ്. രാജഗിരി വാർഡിൽ നിന്നും LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച KF അലക്സാണ്ടർ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റാകും. കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായിരിക്കെ സർവീസിൽ നിന്നും വിരമിച്ച അലക്സാണ്ടർ അധ്യാപക സംഘടനയായ KSTIയുടെ സജീവ പ്രവർത്തകനും കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗവുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. രാരിച്ചൻ മാസ്റ്റർ എന്നാണ് നാട്ടുകാർ സ്നേഹത്തോടെ ഇദ്ദേഹത്തെ വിളിക്കുന്നത്. ഭാര്യ റിട്ടയർഡ് പ്രിൻസിപ്പൽ കുസുമൻ ജോസഫ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അപൂർവ താളിയോല ഗ്രന്ഥങ്ങളുടെ സൂക്ഷിപ്പുകാരനാവുകയാണ് കരിവെള്ളൂർ ഓണക്കുന്നിലെ കരിമ്പിൽ ശ്രീധരൻ. പരമ്പരാഗതമായി കിട്ടിയ ഈ താളിയോലകൾ ഒരു നിധി പോലെ സൂക്ഷിക്കുകയാണ് ഇദ്ദേഹം. താളിയോല ഗ്രന്ഥങ്ങൾ മലയാള ലിപി രൂപം കൊണ്ട ഒരു കാലഘട്ടത്തിന്റെ അടയാളങ്ങളാണ്. എഴുത്താണിയും ഓലയും ഉപയോഗിച്ച് അറിവുകളും വിവരങ്ങളും സാഹിത്യ സൃഷ്ടികളും വരെ രചിക്കപ്പെട്ട ഒരു കാലത്തിന്റെ തിരുശേഷിപ്പാണ് ഈ താളിയോല ഗ്രന്ഥങ്ങൾ. ഇതിൽ തങ്ങളുടെ താവഴിയിലെ ഒരു വൈദ്യശിരോമണി കുറിച്ചുവെച്ച ആയുർവേദ ചികിത്സാ രീതികളും ഉണ്ടെന്ന് കരിമ്പിൽ ശ്രീധരൻ പറയുന്നു. ഇത് താളിയോല ഗ്രന്ഥമാണ്. പണ്ട് കാലം മുതലേ തറവാട്ടുവക പാരമ്പര്യമായിട്ട് സിദ്ധിച്ച ഗ്രന്ഥമാണ്. പലതും തന്നെ എല്ലാം തന്നെ മലയാളത്തിലാണ് ഉള്ളത്. മഹാഭാരതം, അതുപോലെ തന്നെ കൃഷ്ണഗാഥ, ഇതൊക്കെ എല്ലാം തന്നെ ഉണ്ട്. അതുപോലെ സംസ്കൃതത്തിലാണ് പിന്നെ ഈ മറ്റ് വൈദ്യഗ്രന്ഥം സംസ്കൃതത്തിലാണ് ഉള്ളത്. ഇത് നമ്മൾ അവസാനം ഇത് ഞാൻ വളരെ ഇതായിട്ട് പരിപാലിച്ചു പോകുന്ന ഒരു ഗ്രന്ഥമാണ്. കൂടാതെ ആധാരങ്ങളും മറ്റും ഈ താളിയോല ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. മലയാള ലിപിയുടെ തുടക്കത്തിലുള്ളവയാണിതെന്ന് ഇവ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. താളിയോല ഗ്രന്ഥങ്ങൾ വായിച്ചു മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ശ്രീധരൻ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പ്രതിനിധികൾക്ക് ഷാർജ KMCC മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. തൃക്കരിപ്പൂർ ടൗണിലെ ബൈത്താൻസ് ഹാളിൽ നടന്ന സ്വീകരണ യോഗം മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MDP കരീം ഉദ്ഘാടനം ചെയ്തു. ആ കാലയളവിൽ അഥവാ തുടക്കത്തിൽ മാർച്ച് മാസത്തിൽ എല്ലാവരും പേടിച്ചരണ്ട് വീടുകളിലേക്ക് കഴിഞ്ഞ, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ട് ആയ, അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ സ്വന്തം റൂമുകളിൽ വിട്ട് പുറത്തിറങ്ങാൻ പോലും പ്രയാസപ്പെട്ട ഒരു സന്ദർഭത്തിൽ അവർക്ക് ആവശ്യമായ ഒത്താശകൾ ചെയ്യാൻ സാധന സാമഗ്രികളും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗ് പ്രതിനിധികൾക്കാണ് ഷാർജ KMCC മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. സ്വീകരണ യോഗത്തിൽ മഹമ്മൂദ് തൈക്കടപ്പുറം അധ്യക്ഷത വഹിച്ചു. ഷാർജ KMCC ജില്ലാ പ്രസിഡന്റ് ജമാൽ ബൈത്താൻ ആമുഖ ഭാഷണം നടത്തി.
അബു അന്നത്ത് മൗലവി വിഷയാവതരണം നടത്തി. റഫീഖ് കോട്ടപ്പുറം, എ വി അബ്ദുൽ ഖാദർ, സത്താർ വടക്കുംപാട്, പി സി ഇസ്മായിൽ, ഷംസുദ്ദീൻ ഐ.ടി, സയ്യിദ് വലിയവറമ്പ, സാജിദ സഫറുള്ള, കെ കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പുതുവത്സര ആരംഭത്തിൽ തങ്ങളുടെ കുട്ടികൾക്ക് ആശംസാ കാർഡുകൾ അയച്ച് സന്തോഷം പങ്കുവെക്കുകയാണ് കരിവള്ളൂർ നോർത്ത് യു.പി. സ്കൂൾ അധ്യാപകർ. വരേണ്ടുന്ന പുലരികൾ സുന്ദരങ്ങളാകട്ടെ എന്ന് ഈ അധ്യാപകർ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നതിന്റെ തെളിവ് കൂടിയാണ് ഈ ആശംസാ കാർഡുകൾ. ക്രിസ്തുമസും പുതുവത്സരവും ആശംസാ കാർഡുകൾ കൊണ്ട് നിറഞ്ഞ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഈ സമയത്ത് പോസ്റ്റ്മാൻ തങ്ങളുടെ മുറ്റത്തെത്തി നൽകുന്ന കാർഡിൽ സ്നേഹത്തിന്റെ അക്ഷരങ്ങളായിരുന്നു നിറയെ. കോവിഡ് കുട്ടികളെയും അധ്യാപകരെയും കാണാനാവാത്ത വിധം അകറ്റുമ്പോൾ പഴയൊരു കാലത്തിന്റെ പുനർജനി ഈ അധ്യാപകർ തങ്ങളുടെ കുട്ടികൾക്കയക്കുന്ന കാർഡുകളിൽ കാണാം. ഇതൊന്നും അയച്ചോ കിട്ടിയോ പരിചയമില്ലാത്ത കുട്ടികൾക്കും കാർഡ് കിട്ടുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകരെ മുന്നിൽ കാണുന്നതിന് തുല്യമാണ്. ഒരു യു.പി. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ആശംസാ കാർഡുകൾ അയക്കുന്നത് തന്നെ ശ്രമകരമായ ജോലിയാണ്. ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ FM റേഡിയോ ചാനൽ തുടങ്ങിയിരുന്നു. അതിലൂടെ കുട്ടികളുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്താനും അവരുടെ കഥകളും കവിതകളും ഒക്കെ ശേഖരിച്ച് അതിലൂടെ പ്രക്ഷേപണം ചെയ്യാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. കുട്ടികൾക്ക് അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു നല്ലൊരു പ്രവർത്തനമായിട്ടാണ് ഈ പുതുവത്സര കാർഡിനെ ഞങ്ങൾ കാണുന്നത്. പക്ഷേ അതൊരു ആനന്ദമായി ഇവർ കാണുന്നു എന്നതിലാണ് ഈ അധ്യാപകരുടെ കുട്ടികളോടുള്ള വാത്സല്യം തെളിയുന്നത്. കാർഡുകൾ ചിലപ്പോൾ ജീവനുള്ളവയായി വന്ന് സംസാരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ മാസച്ചന്ത ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. എല്ലാ മാസവും കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മാസച്ചന്ത കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 5 മാസത്തോളമായി പ്രവർത്തിക്കാത്ത നിലയിലായിരുന്നു. പയ്യന്നൂരിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നും ശേഖരിക്കുന്ന സാധനങ്ങളാണ് മാസച്ചന്തയിൽ വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളത്. പഴം, പച്ചക്കറി, ബേക്കറി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മാസച്ചന്തയിലുണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച മാസച്ചന്തയുടെ ഉദ്ഘാടനം പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലാണ് മാസച്ചന്ത പ്രവർത്തിക്കുക. ചടങ്ങിൽ CDS ചെയർപേഴ്സൺ K കവിത അധ്യക്ഷത വഹിച്ചു. PV കുഞ്ഞപ്പൻ, വിനീഷ് ജോയി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേരള ചരിത്രത്തിലെ സുവർണ ലിപികളാൽ എഴുതപ്പെട്ട ആലപ്പടമ്പിലെ പന്തിഭോജനം നടന്ന സ്ഥലം ഇന്നും ധീരമായ സ്മരണകൾ ഉണർത്തുന്നു. ഇവിടം ചരിത്ര സ്മാരകമായി സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കേരളം ഇന്നത്തെ കേരളമായത് അനേകം പേരുടെ ധീരോദാത്തമായ പോരാട്ടങ്ങളിലൂടെയാണ്. കേരള ചരിത്രത്തിൽ സുവർണലിപികളാൽ എഴുതപ്പെടേണ്ട ഒന്നാണ് കാങ്കോലാലപ്പടം പഞ്ചായത്തിലെ പന്തിഭോജനം നടന്ന ഈ പ്രദേശം. ഇവിടെ ഒരു നിമിഷം നിന്നാൽ തന്നെ ചരിത്രബോധമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പന്തിഭോജനത്തിനെത്തിയവരുടെ ശബ്ദങ്ങൾ നിങ്ങളുടെ കാതിൽ മുഴങ്ങിക്കേൾക്കും. ജന്മിമാരെയും അവരുടെ കിങ്കരന്മാരെയും പോലീസുകാരെയും ഒട്ടും കൂസാതെ ഈ മണ്ണിലെത്തി ഉച്ചനീചത്വങ്ങളില്ലാതെ പന്തിഭോജനം നടത്തിയവർ ഇന്നിലേക്കുള്ള പാത തെളിയിച്ചു തന്നവരാണ്. അവരെ ഓർക്കാതെ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കാനാവുക? നമ്മൾ ഓരോരുത്തരും ഈ മണ്ണിലെത്തിയ ആ ചരിത്ര പോരാട്ടത്തെ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അധികൃതർ ഇതൊരു ചരിത്ര സ്മാരകമാക്കി മാറ്റാനുള്ള നടപടികളും കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 8ാം വാർഡിൽ നിന്നും പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട M രജീഷ് ബാബുവിന് സ്വീകരണം നൽകി. സഹൃദയ തൃക്കരിപ്പൂരിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് സ്വീകരണം നൽകിയത്. സഹൃദയ തൃക്കരിപ്പൂരിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വെച്ചാണ് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ 8ാം വാർഡിൽ നിന്നും പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട M രജീഷ് ബാബുവിന് സ്വീകരണം നൽകിയത്. ചടങ്ങിൽ K മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. KV കുഞ്ഞികൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. സെക്രട്ടറി C സുനിൽകുമാർ സ്വാഗതവും TV രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു. EV രാജേഷ്, MK വിജയൻ, KV ബാബു, P മോഹനൻ, M രമേശ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ M രജീഷ് ബാബു മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ക്രിസ്തുമസ് കരോളിന് ലഭിച്ച തുക IRPC ഫണ്ടിലേക്ക് നൽകി മാതൃക തീർത്തിരിക്കുകയാണ് കോറോത്തെ ഒരു കൂട്ടം യുവതികൾ. തുക CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TA മധുസൂദനൻ ഏറ്റുവാങ്ങി. കഴിഞ്ഞ ക്രിസ്മസിന് കോറോം പ്രദേശത്തെ 10ഓളം യുവതികൾ ചേർന്നാണ് കരോൾ സംഘടിപ്പിച്ചത്.
2 ദിവസങ്ങളിലായി നടന്ന കരോളിൽ ലഭിച്ച തുക നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന ആഗ്രഹത്തിന്റെ ഭാഗമായാണ് ഇവർ തുക IRPC ഫണ്ടിലേക്ക് നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ കോറത്തെ ഏകദേശം 8-10 പെൺകുട്ടികൾ കൂടിയിട്ട് കരോളാക്കി. അപ്പോൾ അതിന് നമുക്കൊരു ചെറിയ എമൗണ്ട് 2 ദിവസത്തെ കൂടിയിട്ട് ഒരു ചെറിയ എമൗണ്ട് കിട്ടി. അപ്പോൾ ആ എമൗണ്ട് നമ്മൾ IRPCക്ക് കൊടുക്കുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ അതൊരു ഫുഡ് അടിച്ച് കളയുന്ന ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 8-10 പെൺകുട്ടികളുണ്ട്. നമ്മുടെ നാട് കോറമാണ്. CPM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ തുക ഏറ്റുവാങ്ങി. പകൽ സമയങ്ങളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതരല്ലാത്ത കാലത്ത് രാത്രികാലങ്ങളിൽ ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ച് അതിൽ നിന്നും സ്വരൂപിച്ച തുക നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയ പ്രവൃത്തി മാതൃകാപരമാണെന്ന് TI മധുസൂദനൻ പറഞ്ഞു. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കോറത്തെ പെൺകുട്ടികളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ ക്രിസ്മസ് കരോളിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി. അവരുടെ ചില ആഗ്രഹങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്ക് അവരെ നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. രാത്രിയും സ്ത്രീകൾക്ക് നടക്കാൻ സാധിക്കണം. ഈ ആകാശത്തിന് കീഴിൽ എല്ലാവരെയും പോലെ തലയുയർത്തി പിടിച്ച് ഏത് സമയത്തും ആഹ്ലാദചിത്തരായി സഞ്ചരിക്കാനുള്ള ഒരവകാശം ഉണ്ടാവണം എന്നതുകൂടി KU ഗോപിക, മനീഷ, കൃഷ്ണപ്രിയ, ആതിര, നന്ദന, മിഥുന, നിത്യ, ഹരിശ്രീ, രേവതി, നയന തുടങ്ങിയവരാണ് കരോളിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ക്രിസ്തുമസ് കാലത്താണ് കേക്ക് വിപണി സജീവമാകുന്നത് എങ്കിലും പുതുവർഷപ്പിറവി വരെ വിപണിക്ക് ആഘോഷം തന്നെയാണ്. കാണാം കമല ബേക്കറി ക്രിസ്തുമസ് മധുരം. ക്രിസ്തുമസ് ന്യൂ ഇയർ ഓർമ്മകളിൽ ആദ്യം കടന്നുവരിക കേക്കു തന്നെയായിരിക്കും. ഡിസംബറിലെ തണുപ്പുകാലത്തും തീന്മേശയിലെത്തുന്ന കേക്കുകൾക്ക് എന്നും എപ്പോഴും മടുക്കാത്ത രുചിയുമാണ്. ആസ്വാദകരുടെ ഈ പ്രിയം തന്നെയാണ് കേക്ക് വിപണിയെ എന്നും സജീവമാക്കുന്നതും. കമല ബേക്കറി ക്രിസ്തുമസ് മധുരത്തിൽ ഇന്നത്തെ താരം വൈറ്റ് ഫോറസ്റ്റ് ആണ്. ഈ കേക്കിന് ഇന്ന് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. മഞ്ഞുപോലെ മനോഹരമായതും മധുരമേറിയതുമായ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് പ്രേമികളുടെ പ്രിയപ്പെട്ട ഇനമാണ്. സാധാരണ രീതിയിൽ കേക്ക് നിർമ്മിച്ച് അതിനെ വിവിധ ലെയറുകളാക്കി തിരിച്ചാണ് വൈറ്റ് ഫോറസ്റ്റിന്റെ നിർമ്മാണം. കേക്കും വൈറ്റ് ക്രീമും നിരവധി ലെയറുകളാക്കി തിരിച്ച ശേഷം വൈറ്റ് ക്രീം കൊണ്ട് കേക്കിനെ പൊതിയുന്നു. തുടർന്ന് ചെറിപ്പഴങ്ങൾ കൊണ്ടും മറ്റും അലങ്കരിക്കുന്നു. വെള്ള ക്രീമിന് മുകളിൽ ചെറിപ്പഴം കൂടി വരുന്നതോടെ കേക്ക് കാണാൻ അതിമനോഹരമായി തീരും. കാഴ്ച പോലെ തന്നെ രുചിയിലും മുൻപന്തിയിലാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക്. 400 രൂപ മുതലാണ് വൈറ്റ് ഫോറസ്റ്റ് കേക്കിന്റെ വില. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ബാലസംഘം കോറം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബാലസംഘം സ്ഥാപക ദിനത്തിന്റെ പ്രചരണാർത്ഥം സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. CPIM കോറം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി P. ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം കോറം ഈസ്റ്റ് വില്ലേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സൈക്കിൾ റാലി സംഘടിപ്പിച്ചത്. കൗൺസിലർ KM ചന്തുകുട്ടി സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. C. നന്ദൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വില്ലേജ് കൺവീനർ TV. രാജൻ, വില്ലേജ് സെക്രട്ടറി R. കമല, M. ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. മഴ പെയ്തൊഴിഞ്ഞു. ചെറിയ തണുപ്പിന്റെ കാലമായി. ഒപ്പം പ്രകൃതി പൂക്കൾ വിരിയിച്ച് സുന്ദര കാഴ്ചയൊരുക്കുകയാണ് എങ്ങും. പൂക്കൾ ഇഷ്ടപ്പെടാത്തവരായി മനുഷ്യർക്കിടയിൽ ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പൂക്കൾ അത്രമേൽ വശ്യമാണ്. എല്ലാ കവികളെയും പൂക്കൾ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. വസന്തകാലം നമുക്ക് അതായി തന്നെ ഇല്ലെങ്കിലും പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഒരു ചെറിയ കാലം നമുക്കുമുണ്ട്. ഇപ്പോൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയൊക്കെ പൂക്കൾ കൊണ്ട് സമൃദ്ധമാണ്. മഞ്ഞ, വെള്ള, ചുവപ്പ്, പിങ്ക് എന്നുവേണ്ട സകല നിറത്തിലും പലതരം പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നു. വെള്ളയും ചുവപ്പും മാത്രമുണ്ടായിരുന്ന കടലാസുപൂക്കൾ പോലും ഇന്ന് വൈവിധ്യമാർന്ന നിറങ്ങളാൽ സമ്പന്നമാണ്.
പൂക്കൾ ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും നിറയുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പയ്യന്നൂർ എടാട്ട് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരം. പരിക്കേറ്റ മമ്പലം സ്വദേശിനിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടം നടന്നത് വൈകിട്ട് 4:30 പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ. പരിസര ശുചിത്വം ഉറപ്പുവരുത്തേണ്ട ആശുപത്രി പരിസരം മാലിന്യത്തൊട്ടിയാകുന്നു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. പെരുമ്പപ്പാലത്തിൽ സ്ഥാപിച്ച വഴിവിളക്കുകൾ തകർച്ചയുടെ വക്കിൽ. ബലഹീനമായ കൈവരികളിൽ സ്ഥാപിച്ച വഴിവിളക്കുകളിൽ ഒന്ന് പുഴയിൽ പതിച്ചു കഴിഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള പെരുമ്പപ്പാലത്തിന്റെ ദുരവസ്ഥ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ നേരിടേണ്ടത് വലിയ അപകടമെന്ന് വാഹനയാത്രികരും പ്രദേശവാസികളും. ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ യുവത്വത്തിന്റെ പ്രതീകമായ PP ദിവ്യ നേരത്തെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി PV വത്സലയും സ്ഥാനമേൽക്കും. അപൂർവ താളിയോല ഗ്രന്ഥങ്ങളുടെ സൂക്ഷിപ്പുകാരനായി കരിവെള്ളൂർ ഓണക്കുന്നിലെ കരിമ്പിൽ ശ്രീധരൻ. പരമ്പരാഗതമായി കിട്ടിയ താളിയോലകൾ കരിമ്പിൽ ശ്രീധരൻ സൂക്ഷിക്കുന്നത് നിധി പോലെ. പുതുവത്സരാരംഭത്തിൽ തങ്ങളുടെ കുട്ടികൾക്ക് ആശംസാ കാർഡുകൾ അയച്ച് സന്തോഷം പങ്കുവെച്ച് കരിവെള്ളൂർ നോർത്ത് UP സ്കൂൾ അധ്യാപകർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.